ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഭഗവത് കിത്തു ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിതാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മോൺസ്റ്റർ ട്രക്ക് ഇറക്കിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? 4x4 ഗൈസ്. അപ്പം നമ്മൾ എൻ്റെ പുറകിലിതാ മറ്റേ സബ്ബൊക്കെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ പാട്ട് മാത്രം കേൾക്കണില്ല. അത് തന്നെ എന്താണെന്നറിയില്ല. നമുക്കൊന്ന് ഇതടിച്ചാലോ പെട്ടെന്ന് തന്നെ. നമുക്കിപ്പോൾ അടിക്കാൻ നമുക്ക് സ്കിഡ് ചെയ്യാം. അപ്പോൾ സ്കിഡ് ഇതാണ്ട കുലുങ്ങയാണ് സ്കിഡ് ചെയ്യാൻ പറ്റും. പെട്രോൾ കുറവാണ് ഗൈസ്. പെട്രോൾ താഴെ പോവും പെട്ടെന്ന് തന്നെ. നമ്മളങ്ങനെ വണ്ടി നമ്പർ ഉണ്ട്. ഒരു വണ്ടി നമ്പർ ഉണ്ടോ? VIP നമ്പർ പോലെ ഇരിക്കണത്. നമ്മളെ വണ്ടി കുറച്ച് സീനാണ്. ഇന്റീരിയർ പക്ക ഇന്റീരിയറാണ്. ഓഹ്, ആളെന്തിനാ ഈ വണ്ടി വയ്ക്കുന്നത്? നോക്കണം, ഇയാൾ ഓട്ടണോ ടയർ വയ്ക്കണോ നോക്കണം. സത്യം പറഞ്ഞ ചേട്ടാ, ടയറുമ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ചേട്ടാ. വണ്ടി ചേട്ടാ, വണ്ടി നല്ല വലിയ വണ്ടിയാണ്. ചേട്ടൻ്റെ തന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിച്ച് കേൾപ്പിച്ചോ. ഗൈസ്, അപ്പോൾ നമ്മുടെ പെട്രോള് കുറേ കൂടുതലായിട്ടുണ്ട്. കണ്ടോ, നമ്മൊരു എത്ര രൂപയ്ക്ക് ചെയ്ത് നമുക്ക് പിടിയിട്ടില്ല. പെട്രോൾ ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിൻ്റെ ലെവലിൽ ഇത് പൈസയുടെ ലെവല്. അങ്ങനെ ഈ വണ്ടി ഇസുസു വി ക്രോസ് പോലെയാണ് സൈഡ് നോക്കി കാണുന്നത്. പക്ഷെ ഇസുസു വി ക്രോസ് ആണോ എന്നറിയില്ല എനിക്ക്. അതിൻ്റെ അത് ഞാൻ വാങ്ങിയപ്പോൾ തന്നെ ഇത് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഗൈസ്, ഇപ്പോൾ 55, 83, 48, 47, 43, 41, 38 സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. വണ്ടി സെറ്റപ്പാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഒക്കെ ചെയ്തു. വണ്ടി ഓടുകയാണ്. ഇപ്പോൾ നമുക്കവിടെ സൈഡ് ഒതുക്കി നിർത്താം. എന്നിട്ട് ഇതിനെ കുറിച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. അകത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അകത്തുനിന്ന് ഡോറ് തുറക്കാം, ഈ 2 ഡോറും തുറക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതാണ്ടോ, ഈ സാധനമൊക്കെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് നമ്മളൊന്നും കാണത്തില്ല. പിന്നെ നമ്മൾ ആ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല. ബസ് കണ്ടേ എങ്ങനെയാണ് കയറിപ്പോണെന്ന് നോക്കിയത്. ഇപ്പോൾ കയറ്റാൻ പറ്റാത്ത ഇറക്കമൊക്കെ ആണെങ്കിൽ ഇപ്പം കയറി പോകുള്ളൂ. വേണ്ട, സീനായിട്ട് കയറി പോണില്ലേ. ഞാനൊരു കളറില്ലേ, ഈ കളർ ഞാൻ GTA 5 ഒരു വീഡിയോ കണ്ടിരുന്നു. ഗ്യാൻ RP കളിച്ചപ്പോൾ ഗ്യാൻ RP കളിക്കണ ആൾക്കാർ ഇതേമാതിരി ഒരു പച്ച കളർ സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി ഞാൻ ചെയ്തേക്കണതാ. ടയറൊക്കെ സ്റ്റോക്ക് ടയറൊന്നുമല്ല, അത് ഇതായിട്ടുള്ള ടയറൊക്കെ ആയിരുന്നു. പറഞ്ഞ് ലാസ്റ്റ് വണ്ടി ആക്സിഡൻ്റ് ആയിന്. നമ്മളിങ്ങനെ എത്തിയൊക്കെയാണ്. അടുത്ത സിറ്റിയിലോട്ട് എത്തി. അടുത്ത സിറ്റിയാണ് ഈ കാണുന്നത്. അടുത്ത സിറ്റിക്കകത്ത് നമ്മൾ നല്ലൊരു പ്രേതത്തിനെ കണ്ടെന്നില്ല. ഇതാ അവിടെ ആയിട്ടാണ് കണ്ടത്. ആ ഒരു ടവർ ഉണ്ടോ, ടവറിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണ് സാധനം. അങ്ങോട്ട് പോകണം. അതുവരെ
വേറൊന്നുമില്ല കേസുന്നുണ്ടോ. നമ്മൾ എടുക്കാൻ ചെയ്യ വണ്ടി ഇങ്ങനത്തെ ആയിരുന്നു, അങ്ങനത്തെ പോയ വണ്ടിയായിരുന്നു. ഇങ്ങനത്തെ ഒക്കെ വണ്ടി എടുക്കാൻ വെച്ചാൽ, പക്ഷെ ആ വണ്ടിക്ക് റേറ്റാണ്, നല്ല റേറ്റാണ്. നിങ്ങൾ ഈ മുന്നിൽ പോണ സാധനം കണ്ട, ഇത് ഡോജിൻ്റെ റാമാണെന്ന് തോന്നുന്നു. റാമാണോ ചേട്ടാ? നിൽക്കുമോ? ഒന്ന് നിൽക്ക് നിൽക്കാത്ത ചേട്ടാ, സൈഡ്. അയ്യോ, തട്ടി. ഇതാണ് ഡോജ് റാമാണ്. റാം അങ്ങനെയുണ്ട്, സീനല്ലേ. നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ സാധനം കൊണ്ടുവരും. ഓ, പൊളി ഫീച്ചേഴ്സ്, പൊളി സാധനമൊക്കെ ഉണ്ട്. ഡോർ മുതൽ സബ് പിടിപ്പിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും അല്ലേ? നേരത്തെ ഡോർ തുറന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, സബ് ബാക്കിലും സബ് ഉണ്ട്, മുന്നിലും സബ് ഉണ്ട്. ഇപ്പോൾ എല്ലായിടത്തും സബ് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇതിലേക്ക് കയറി പോവുകയാണെങ്കിൽ കേട്ടോ, വയ്ക്കണം. ഞാൻ പറഞ്ഞ സ്ക്രാപ്പിലെത്തി. ഇവിടെ നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പം? വണ്ടികളുടെ ചേസ് എഞ്ചിനും അല്ലാതെ. അങ്ങോട്ട് പോയി നോക്കാം, അവിടെ എന്തായാലും കാണും. ഇവിടെ ഒന്നും കാണാനില്ല, സത്യം പറയാലോ. സ്ക്രാപ്പൊക്കെ ആണെങ്കിലോ, വണ്ടികളോ നല്ല വണ്ടികളോ അതൊന്നും ഇവിടെ കാണാനില്ല. GTA 5 GTA 5 ഞാൻ കളിച്ചിട്ടില്ല, പക്ഷേ GTA 5 വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട GTA ഗെയിം പറഞ്ഞാൽ ഒന്ന് അടിയിലൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. എനിക്കിഷ്ടമുള്ള GTA ഗെയിമർ ടോംസ് ഗെയിമിംഗ് ആണ്. പക്ഷേ ഈ കാണുന്ന വണ്ടി ഇപ്പം ശ്രദ്ധിച്ചോളൂ, ഒന്നാണിത് കയറ്റി ചെയ്യണത്. നല്ല വണ്ടിയാണ് കയറ്റി ചെയ്യണത്. മാർക്കൊക്കെ ബസ്സിലെ വഴിയില്ല, സത്യം പറയുകയാണെങ്കിൽ ഇതിലെ വഴിയില്ല, ആളെ മുട്ടും. നല്ല വണ്ടിയൊക്കെ അല്ലേ ഇത്. ഭാഗ്യം പോലീസില്ലാത്തതുകൊണ്ട് ഭാഗ്യമായിപ്പോയി. ഇതുകൊണ്ട് പോർഷെ, എൻ്റെ മോനെ സീന്. നമുക്കൊന്ന് ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്ത് പോവാം. അല്ല പിന്നെ ഓവർടേക്ക് അല്ലാണ്ട് എന്തോ ചെയ്യാനാണ് അതിനെ. പിന്നെ സ്കിഡ് കേട്ടാ. ഓക്കെ, കാണുന്ന വണ്ടി ഈ നാളെ വരാൻ പോകുന്നതിൻ്റെ വീഡിയോൻ്റെ മറ്റന്നാൾ ഒരു വീഡിയോ വരും. ആ മറ്റന്നാൾ വീഡിയോയിൽ ഞാനിത് കാണിക്കും. അപ്പോൾ ഞാനൊരു വണ്ടി കാണിക്കും. ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് നോക്കണം. എന്താണിത്? അയ്യോ, എന്താണ് മാറി കാണിച്ചത്? ഇവിടെ നിൽക്കടാ. പിടിക്കാൻ പോയിട്ട് കാര്യമില്ല, അതിന് നമുക്ക് ആളെ അടുത്ത് പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇതാണ് ഡ്രസ് ഷോപ്പ്. നമുക്ക് വണ്ടിയിൽ കൂടുതൽ കാശ് കൊടുത്തില്ല, വണ്ടി മേടിക്കാൻ മാത്രം നമുക്ക് പൈസ കിട്ടിയിട്ടുള്ളൂ, അല്ലാണ്ട് വണ്ടിയൊന്നും കിട്ടിയില്ല. ഗായ്സ്, ഇവിടുത്തതൊന്നും സംഭവം എന്നറിയാം നിങ്ങൾക്ക്? ഇവിടുത്തെ കോടതിയാണ്, കോടതി. അവിടെ കോടതി ബാങ്കാണോ? ബാങ്കാണോ കോടതി എന്താണാവോ? ഗായ്സ്, പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഡ്രസ് ഷോപ്പ് ഉണ്ട്. ഇതൊന്നും സംഭവം അറിയുമോ? ഇത് കണ്ടത് ആ ഗെയിം അടിച്ച അതാ കണ്ടത്, അവിടെ ആ ബോർഡ് അടിച്ചു കൊടുത്താൽ മതി പ്ലേ സ്റ്റോറിൽ. അപ്പോൾ ഈ ഗെയിം സെലക്ട് വരും. അടിയിലോട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അടിയിലോട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യമൊക്കെ ഉണ്ട്. ഇതുണ്ട്, 2 ബീറ്റ് കിടപ്പുണ്ട് ഇവിടെ, സ്പോർട്സ് 2 ഇതിൻ്റെ ഈ ടയോട്ട കമ്പനി തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇറങ്ങിയിട്ടില്ല.
ടയോട്ടയോ ഫോർഡോ ഏതൊരു കമ്പനിയുടെ വണ്ടിയാണ് മതി. നൈസ് നൈസ്. ഇതെന്താണിത്? ഇത് ഇപ്പോഴാണ് കാണുന്നത്. നോക്കിയത് 2-3 ഒരേപോലത്തെ വണ്ടി. മൂന്നും 1 2 4 ഒന്ന് ഇനി കേട്ടോ. 1 2 3 4 5 ഒരേ കമ്പനിയുടെ വണ്ടി, പക്ഷെ ഒരേപോലത്തെ വേറൊരു വണ്ടി. എന്താലേ നമ്മൾ ഇതേമാതിരി വണ്ടി എടുത്ത് മോഡിഫിക്കാൻ ആലോചിക്കുക. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളത് മോഡിഫിക്കേഷൻ ചെയ്യും വണ്ടി. ടയറൊക്കെ താത്തും. അപ്പോഴോ കാശ് ഇത് ഡ്രൈവിങ്ങിൻ്റെ എന്തോ സെറ്റപ്പാണ്. കണ്ടോ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ ആപ്പിൽ തന്നെ കാണിച്ചുതരാം. ആപ്പിൽ കണ്ടോ? കണ്ടോ നമ്മൾ കണ്ടത് ഇവിടെയാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ ചോദിച്ചാൽ ഈ വണ്ടിക്ക് സസ്പെൻഷന് കൂട്ടി അതാണ് പ്രശ്നമായത്. ഓക്കെ, നമ്മളിപ്പോൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ജമ്പ് അടിച്ചാൽ കുഴപ്പമില്ല. ചാടിക്കുക. അയ്യോ ഇവന്മാർക്ക് എന്താടാ? ഇവന്മാരുണ്ടല്ലോ കയറി വരുന്നവ. ഇവന്മാർക്കൊക്കെ എന്താണ്? മറിയേതാണ് ഗൈസ്? ഇതാണ് കേട്ടോ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന വണ്ടി ഇതാണ് കേട്ടോ. ആ പോണ വണ്ടിയാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ വാങ്ങിക്കണം. ആ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വണ്ടി കിട്ടിയിട്ട് പക്ഷെ ഞാൻ ഉപയോഗിച്ചില്ല. വണ്ടി വാങ്ങി വേറെ നമ്മൾ നടന്നു പോയിട്ട് അന്ന് ഈ വണ്ടിയൊക്കെ എടുത്തത്. BMW ആദ്യമായിട്ട് ഞാൻ എടുത്തത് ഇതിങ്ങനെയാണ് ഗൈസ്. പിന്നെയാണ് പോർഷ വാങ്ങിയത്, പിന്നെയാണ് ഇത് വാങ്ങിയത്, പിന്നെ പഴയ കുറച്ച് വണ്ടി വാങ്ങിയത് ഗൈസ്. നമുക്കിന്ന് ഇന്നാളിവിടെ വന്നപ്പോൾ ഒരു പോർഷ എടുക്കണൊക്കെ പോയത് അവിടെ കിടപ്പുണ്ട്. ഇപ്പോഴും കിടപ്പുണ്ട്. ഇതൊന്നും എടുത്തില്ലേ? അല്ലെങ്കിൽ അത് ഇട്ടിട്ട് പോയതാണോ ഗൈസ്? ഇതും സംഭവം പറയാം. ചായക്കട, ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്കൂളാണെന്ന് തോന്നുന്നു. അതെ സ്കൂളാണ്. സ്കൂളാണെന്ന് തോന്നുന്നു. തന്നെ സ്കൂളുണ്ട്. സ്കൂളുണ്ട്. പിന്നെ എന്തൊക്കെയോ, പിന്നെ വീടുകളുണ്ട്. ഇവിടെ അബേണ്ടനായിട്ട് പൊളിഞ്ഞിടങ്ങുന്ന വീട്. ഇത് നോക്കുന്നുണ്ട്. ഇത് മറ്റേ നമ്മളിപ്പോൾ ആ ഒരു സാധനങ്ങൾ അയക്കത്തില്ല. നമ്മൾ മറ്റേ പോസ്റ്റ് അയക്കുക. അതാണ് അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ ഇത് ബാറാണ് കേട്ടോ. ഇതാണ് കേസ് അബാൻഡനായിട്ട് ഇറങ്ങുന്നത്. ഇത് ഗെയിമർ ഉണ്ടാക്കിയാണ്. സത്യം പറയട്ടെ, ഒരു വീട് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആ വീടിന് പകരം ഉണ്ടാക്കിയൊക്കെയാണ് ഇത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. പാർക്കിംഗ് ആണ്. വണ്ടി എടുത്തുകൊണ്ട് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ലോക്ക് ചെയ്യാനൊന്നും സിസ്റ്റം ഇല്ല ഇതിൻ്റെ അകത്ത്. കണ്ടോ വീട് വരണ്ടായ സ്ഥലമാണ്. ഒരു ഓഫീസോ വീടോ വരേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്ത് നോക്കി പണിതിട്ടേക്കണം. ആനം നോക്കിയേ. ഇത് കണ്ടോ? എന്താണിത്? കണ്ടോ നമ്മുടെ വണ്ടി? ഒരു കാര്യം പറയാലോ. നിങ്ങളടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാര്യം ഇപ്പോൾ പിള്ളേർക്ക് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണ്ട. ഈ ഒരു ഗെയിം എടുത്ത് കളിച്ചാൽ മതി. ഈ ഗെയിം എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കളിച്ചാൽ മതി.
ആദ്യം സംഭവിക്കാന്ന് വെച്ചാൽ ഒരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ആഡ് വരും. ആഡ് നോന്നൊക്കെ വരുമ്പോൾ ഇൻഡു വരുമ്പോൾ അത് അമർത്തി കൊടുത്താൽ ഈ വണ്ടി ഡൗൺലോഡ് ആവും പെട്ടെന്ന് തന്നെ. ഈ ഗെയിം കളിക്കാൻ നെറ്റ് വേണം. പക്ഷെ ഞാനിപ്പോൾ നെറ്റ് ഇല്ലാണ്ടാണ് കളിക്കണത്. കണ്ടോ നമ്മൾ ഇതിനെ വാങ്ങിക്കണം എന്ന് ചിരിക്കുകയാണ് സത്യം പറയട്ടെ. ഇത് വാങ്ങിക്കണം എന്ന് ചിരിക്കുകയാണ് സത്യം പറയണേ. ബൈ ചെയ്താലിപ്പോൾ ഞാനിത് ബൈ ചെയ്ത് വാങ്ങിക്കാൻ പോണ്. അതുകൊണ്ട് പോർഷെ എന്ന് എഴുതിയിട്ടുണ്ട്. പോർഷെ കേട്ടോ, ഇതാണ്ട പോർഷെ. ഇത് വാങ്ങിക്കട്ടെ. സെറ്റ് കേസ് വാങ്ങി. നമ്മുടെ ആ വണ്ടി എന്ത് ആ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് ആ വണ്ടി അവിടെ കിടപ്പുണ്ട്. വണ്ടി അവിടെ നടത്താം. വണ്ടി കിടക്കുന്ന വണ്ടി എങ്ങനെയുണ്ട് പോർഷെ? താഴത്തെ കണ്ട പോർഷെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കൊടിയൊക്കെ നോക്കി അതിൻ്റെ ആ ഗെയിമിൻ്റെ സിമ്പലിൻ്റെ കൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓൾവേസ് പറഞ്ഞ മോഡിഫിക്കേഷൻ ഇതൊക്കെ പൊങ്ങോട്ടെ. ഇത് ഓടിക്കുമ്പോഴേ ഇതിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂ കളർ സെറ്റ് ചെയ്യാം. അതാണുള്ളത്. ബ്ലൂ കളറ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്തോ സെറ്റ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഇത് പറയാം. ഈ കളർ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ സെറ്റാക്കുന്നുണ്ടോ? ബ്ലൂ കളർ നോക്കട്ടെ. പച്ചയൊക്കെ സീനാണ്. ഓ എൻ്റെ മോനെ, ഈ വണ്ടി നമ്മൾ സെറ്റാക്കി. ഇതിൻ്റെ കളർ സെറ്റാക്കി. പിന്നെ ഇതിൻ്റെ ഇത് സെറ്റാവാന്ന് അറിയില്ല കേട്ടോ. ഇത് സെറ്റാണ്. സെറ്റ് ഓക്കെ. സബ് മോഡിഫിക്കേഷൻ ഇല്ല. സൗണ്ട് ഒന്ന് ഇതാക്കാം. കണ്ടോ? ഇത് തന്നെ മതി സൗണ്ട്. പിന്നെ ടയർ മാറ്റണോ? ടയർ ഒന്ന് മാറ്റണമെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. ഇത് 4x4 ആക്കട്ടെ. 4x4 ആയി. പിന്നെ ബാക്കി മറ്റേ സാധനം പഠിപ്പിക്കട്ടെ. അടുത്ത് ചെയ്യേണ്ട മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്യാത്ത മോഡിഫിക്കേഷൻ ചെയ്യണം. സെറ്റ് ഇതിനകത്ത് മഞ്ഞ പച്ച ഇത് കഴിയുമ്പോൾ കിട്ടിയില്ല. വണ്ടിയിൽ പോയി. ഇതിന് കൊടി എടുത്ത് മാറ്റിയാലോ എന്നൊരിത്. കൊടി എടുത്ത് മാറ്റിയാലോ എന്നൊരിത്. കൊടി എടുത്ത് മാറ്റിയപ്പോൾ ഉണ്ടോ പോർഷയാണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. എൻ്റെ മോനെ നോക്കടാ പോളോ ജിറ്റി നോക്കി. ഞാനും എടുത്ത ലാസ്റ്റ് പോർഷെ. നീ എടുത്തോ നല്ലത്. ഈ പൈസ ഞങ്ങൾ ചെയ്തേക്കാം. 552 രൂപ നമ്മൾ ഈ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ട് വണ്ടി കണ്ടിട്ട്? വണ്ടി കൊള്ളാമോ എന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയുടെ കളർ മാറ്റണമെന്ന് ചോദിക്കണം കേട്ടോ. നിങ്ങൾ വണ്ടിയുടെ കളറ് മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റിയിരിക്കും കളർ. അപ്പോൾ ഇപ്പം ഇതൊക്കെ അവൈലബിളായിട്ടേ ഉള്ളൂ. അവൈലബിളായിട്ടുള്ളത് ഇത് മാത്രമേ ഒന്നുള്ളത്. വണ്ടി
ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം മെട്രോ അടിച്ചത് ഫുൾ ടാങ്ക് ഒന്നും അടിച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം എങ്ങോട്ടാ പോവുക? അടിക്കല് എൻ്റെ വണ്ടിയാണ്, നല്ല വണ്ടിയാണ്, ഇഷ്ടപ്പെട്ട വണ്ടി, അതിനോടാണ് വണ്ടി എടുത്തത് ഗൈസ്. നമ്മളിതാ ഇവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് വണ്ടി നിർത്തി ഉണ്ടത്. ഇവിടെയൊക്കെയാണ് ഭാഗത്തായിട്ടാണ്. ഇനി അവിടെയാണോ ഇതുണ്ട്, ഇപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ലല്ലോ. ഹോട്ടലൊക്കെ ഇറക്കി. അയ്യോ, നമ്മൾ വെച്ചാൽ അടിമുട്ടിയിട്ട് ഇപ്പോൾ സ്ക്രാച്ച് ആവുന്നു. നമ്മളെ സ്ഥലം, നമ്മളെ സ്റ്റേഡിയം വണ്ടി. ഓക്കെ, നമുക്ക് ഈ ഫുട്ബോൾ അങ്ങനെ തെറിപ്പിച്ചാൽ വണ്ടി വെച്ചിട്ട് കാണിച്ച് നോക്കട്ടോ. അല്ല പിന്നെ ഇതാവുമാണ് ഫുട്ബോൾ. അപ്പോൾ തന്നെ ഇതടിയാവാ. എടാ സെറ്റാവ്. കിട്ടില്ല വീട്ടിൽ. ഈ വണ്ടിയില്ലേ, ഈ വണ്ടി ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഇനിയിപ്പോൾ ഒന്നേ കാണിക്കാനുള്ളൂ. ഇതിൽ പോയിട്ട് 2 ഡോറും ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് എന്നിട്ടുണ്ടല്ലോ പതിയെ ഈ സാധനമില്ലേ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പം എന്താണ് പോർഷേൻ്റെ ലെവലേ മാറില്ലേ. പോർഷേ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പുറകുവശം കണ്ട പോർഷേ ആയിട്ട് തോന്നുന്നു. പോർഷേ പുതിയ വണ്ടിയായിട്ട് തോന്നുന്നു. മുന്നിലോട്ട് വന്ന പോർഷേ പഴയതാണ് പോർഷേ. ടു സീറ്ററേ ഉള്ളൂ, സത്യം പറയാണ്ട് 2 സീറ്ററേ കാണിക്കുന്നുള്ളൂ. ഇതിനകത്ത് ഡിക്കി തുറക്കാൻ പറ്റില്ല. നല്ല കേസ്. ഇതെടുത്തിട്ട് ഇവിടെ അങ്ങനെ കൊണ്ടുവയ്ക്കാം. നല്ലത്. ഇതിനകത്ത് ഡിക്കി തുറക്കാൻ പറ്റത്തില്ല. ബോണറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, തുറക്കൂല. എന്താണ് ഇവിടെ എങ്ങനെ കൊണ്ട് ചെറിയ ഇവിടെ വയ്ക്കാം. അവിടെ വെച്ചേക്കാം പറഞ്ഞു. നമുക്കത് അടച്ചു കൊടുക്കാം. ഇരിപ്പ് നോക്കി വയസ്സിൻ്റെയൊക്കെ വയസ്സിൻ്റെ പുറകുവശത്തെ ഇത് പൊങ്ങും കേട്ടോ. സ്പോയിലർ പൊങ്ങും. ലൈറ്റൊക്കെ അടിയിലുണ്ട്, ലൈറ്റൊക്കെ ഡിപ്പ് ചെയ്യുമ്പോൾ സ്പോയിലറിൻ്റെ അടിയിൽ. ഇത് കണ്ടാണ് ഗൈസ് നമ്മളെ വണ്ടി. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സൗണ്ട് കേട്ടില്ലല്ലോ? സൗണ്ട് കേട്ടോ. സൗണ്ട് മൈക്കായതുകൊണ്ടേ
മൈക്ക് പിടിച്ചതിനുണ്ട് സൗണ്ട് എനിക്ക് കേൾക്കത്തില്ല എനിക്ക് അതുകൊണ്ടാണ് കുഴപ്പമില്ല. എന്നാൽ ഓക്കെ ഗൈസ്, സീ യു, ബൈ.